ഇപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്നാണ്. റോഡിലേക്കൊക്കെ വലിയ ക്യൂ രൂപപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ആളുകൾ അറിഞ്ഞറിഞ്ഞ് കേട്ടറിഞ്ഞ് ദൂരെ നിന്നുള്ള ആളുകളൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ കാണാൻ എത്തിച്ചേരുകയാണെന്ന് തോന്നുന്നു. അനുജ, വലിയ തിരക്കാണ്. ടൗൺ ഹാള് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 2-3 വരികളായി ആളുകൾ അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട റോഡ്, നമ്മൾ ടൗൺ ഹാളിന് മുന്നിലൂടെ പോകുന്ന റോഡിലേക്ക് വരെ അവിടേക്ക് നീണ്ട നിരയുണ്ട്. പോലീസ് അവിടെയുള്ള ആളുകളെ ടൗൺ ഹാളിനകത്തേക്ക് കടത്തിവിടാൻ വലിയ പ്രയാസം അനുഭവപ്പെടുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഇവിടെ സത്യനന്ദിക്കാടും ആ ചേതനയിട്ട് ശരീരത്തിനടുത്ത് ഇരിക്കുന്ന ഒരു കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയാണ്. കാരണം നമ്മളുടെ മനസ്സിലൂടെ ഈ സമയത്ത് കടന്നു പോകുന്നത് എത്ര വലിയ ചിന്തകളുടെ വേലിയേറ്റമാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓരോ ചലച്ചിത്ര പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസൻ, മോഹൻലാൽ, സത്യനന്ദിക്കാട്, കൂട്ടുകെട്ട്, മമ്മൂട്ടിയുമായുള്ള ഇവരുടെയൊക്കെ അടുത്ത ബന്ധം, ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അവർ അഭ്രപാളികളിൽ നമ്മളെ വിസ്മയിപ്പിച്ച് എത്രയെത്ര കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ, നമ്മളുടെ പതിവ് സംഭാഷണത്തിൻ്റെ പോലും ഭാഗമായ ദാസൻ വിജയൻ കോംബോ, അതുപോലെ തന്നെ ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച അവരൊക്കെ ഭാഗമായി എത്രയോ സിനിമകൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ആ സിനിമകളൊക്കെ കേവലം അവർ അഭിനയിച്ച് അവരെഴുതി അങ്ങനെ തീർത്ത് അവസാനിപ്പിച്ചു പോയതല്ല. അതൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് അനുജ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത. നമ്മൾ ആ സിനിമകളെപ്പറ്റി ആലോചിക്കാത്ത, ആ സിനിമകളുടെ കഥാപാത്രങ്ങളെപ്പറ്റി അതിലെ ഡയലോഗുകളൊന്നും പറയാത്ത ഒരു ദൈനംദിന ജീവിതം ഒരു പക്ഷേ സാധാരണ മലയാളിക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. ആ നിലയിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ എത്രയോ സിനിമകളുടെ രൂപവൽക്കരണത്തിൽ അതിൻ്റെ പ്രയാണത്തിൻ്റെയൊക്കെ ഭാഗമായ ആളുകളാണ് ഇവിടെ അവസാനമായി ശ്രീനിവാസനെ കാണാനായി എത്തിയിരിക്കുന്നു, അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് പുറത്തും ഞങ്ങൾ ദാസനും വിജയനുമായിരുന്നു, ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു എന്നാണ് മോഹൻലാൽ അനുസ്മരിച്ചത്. എനിക്ക് തോന്നുന്നു അതിനപ്പുറം ഒരു അനുസ്മരണം ഇന്നത്തെ ദിവസം വരാനില്ല എന്ന് തോന്നുന്നു. കാരണം അത് ആത്മാർത്ഥമായ അവരുടെ ഉള്ളിൽ തട്ടിയുള്ള അനുസ്മരണമാണ്. പലപ്പോഴും മോഹൻലാൽ, ശ്രീനിവാസൻ, കൂട്ടുകെട്ട്, സത്യനന്ദിക്കാടുമായി ചേരുമ്പോൾ അല്ലെങ്കിൽ പ്രിയദർശനുമായി ഒക്കെ ചേരുമ്പോൾ ഉണ്ടാകുന്ന സിനിമകൾ, അത് നമ്മൾ മലയാളികൾ എത്രയോ പതിറ്റാണ്ടുകളായി കണ്ടതാണ്. ആ സിനിമകളൊക്കെ വീണ്ടും നമ്മൾ കാണുമ്പോൾ അത് വളരെ പുതുമയോടെ നമുക്കത് സ്വീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ, അതിലെ ഡയലോഗുകളൊക്കെ വളരെ പുതുമയോടെ നമ്മൾ ആദ്യമായി കാണുന്ന പ്രതീതിയോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഒരു അങ്ങേയറ്റം നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സിനിമ അത്ഭുതം അതിന് പിന്നിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ്. അത് മറ്റാരുമല്ല, അത് ശ്രീനിവാസൻ തന്നെയായിരുന്നു. അത് കഥകളായി, തിരക്കഥകളായി, സംവിധാന സംരംഭങ്ങളായൊക്കെ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയതാണ്. അതിൻ്റെ പിന്നണിയിലും അതിൻ്റെ അണിയറയിലും അതിൻ്റെ മുന്നണിയിലുമൊക്കെ പ്രവർത്തിച്ചവരാണ് അതാ അവസാനമായി ശ്രീനിവാസനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. അതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, സത്യനന്ദിക്കാടുണ്ട്, നേരത്തെ ദിലീപ് വന്ന് മടങ്ങിയിരുന്നു. അങ്ങനെ ജോഷി അല്പസമയം മുമ്പ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. സിനിമയ്ക്ക് പുറത്തും അതേ ഊഷ്മളതയോടെ, അതേ തീവ്രതയോടെ സൗഹൃദം പങ്കുവയ്ക്കാനും അത് നിലനിർത്താനും ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു. ഈ ദാസനും വിജയനും എന്നത് കേവലം ഈ പറയുന്ന അടുപ്പം മാത്രം സൂക്ഷിക്കുന്ന ഒരു ടീമിന് നൽകുന്ന പേരല്ല. ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകുന്ന, അവസാനം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീമിന് നൽകാവുന്ന പേരാണ്. അങ്ങനെ ദാസനും വിജയനുമായി മോഹൻലാലും ശ്രീനിവാസനും മാത്രമായിരുന്നില്ല, അങ്ങനെയും ദാസനും വിജയനുമായി ഓരോ മലയാളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപ്പെടുന്ന എത്രയോ സൗഹൃദങ്ങളും എത്രയോ സ്നേഹബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ അതിനെയൊക്കെ വിളിക്കാൻ നമ്മൾ ഉപയോഗിച്ച പേര് ദാസൻ വിജയൻ ജോഡി തന്നെയായിരുന്നു. അങ്ങനെ അത് നമ്മളുടെ പതിവ് സംഭാഷണത്തിൻ്റെ പതിവ് രീതിയായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. എത്രയോ കാർട്ടൂണുകൾ, പിന്നീട് ഇപ്പോഴും സജീവമായ ട്രോളുകൾ, ആ ട്രോളുകളിലൊക്കെ ദാസനും വിജയനും അല്ലെങ്കിൽ കോട്ടപ്പള്ളിയും ഒക്കെ അതിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ അത് മലയാളിയുടെ രാഷ്ട്രീയ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ, സാമാന്യ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവാണ്. അതൊക്കെ നമ്മളിങ്ങനെ പറയുന്നതിനപ്പുറമാണ് അനുജ ഇവിടെ ഈ എത്തുന്ന, അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുന്ന വലിയ ജനസഞ്ചയം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി, ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിടുന്നു. ഒരു സമയത്ത് പോലും ഇങ്ങനെ ഇടമുറിയാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണത് 4 മണി വരെ ആ പൊതുദർശനം നീട്ടുകയും ചെയ്തു. 4 മണിക്ക് മാത്രമേ ശ്രീനിവാസൻ വീണ്ടും ഉദയംപേരൂരിലെ കണ്ടനാടേക്ക് പോകുന്നുള്ളൂ. അതുവരെ ഈ
ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാകും. ഇനി ഈ കൊച്ചി നഗരത്തിലേക്ക്, ഈ മഹാനഗരത്തിലേക്ക് ശ്രീനിവാസൻ മടങ്ങി വരില്ല. ഇത് അവസാന യാത്ര പറഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് ഇനി നമ്മളോടൊപ്പം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും സിനിമകളുമായും നമ്മളോടൊപ്പം ഉണ്ടാകുന്നത്. ഇപ്പോഴും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചേതനയറ്റ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുന്നിലിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.